വിശുദ്ധമായ മുഹറമിന്റെ 10ാമത്തെ രാത്രിയാണ് നമ്മിലേക്ക് കടന്നു വരുന്ന രാത്രി. ആ രാത്രിയോടെ എല്ലാ സന്തോഷങ്ങളും നമ്മുടെയും ഞങ്ങളുമായി ബന്ധപ്പെടുന്നവരുടെ ജീവിതത്തിൽ ധാരാളമായി വളർച്ചാപ്പു ചെറിയമാറാകട്ടെ. മുഹറം 10നെ കുറിച്ച് അന്ന് ആ ദിവസത്തെ ബഹുമാനിച്ചാലും ആ ദിവസത്തെ ആദരിച്ചാലും കിട്ടുന്ന നേട്ടങ്ങൾ അതിനെക്കുറിച്ച് ചെറിയൊരു സംഭവം മഹാന്മാർ കിതാബിൽ പറയാം. അന്ന ഫഖീറൻ, ഒരു ഫഖീറായ മനുഷ്യൻ, കാന ലഹു ഇയാലുൻ ഫീ യൗമി ആശുറ വഅസ്ബഹ ഹുവ വഇയാലുഹു സിയാമ. ഒരു ഫഖീറായ മനുഷ്യൻ, അദ്ദേഹത്തിന് ചെറിയൊരു കുടുംബമുണ്ടായിരുന്നു. ആ മനുഷ്യൻ മുഹറം 10ാമത്തെ ദിവസം നോമ്പുകാരനായി നോമ്പ് പിടിച്ചു. അയാളും അദ്ദേഹത്തിന്റെ കുടുംബവും നോമ്പ് പിടിച്ചു. പക്ഷെ പല പേർക്കും ഇന്ദവും ശൈവൻ നോമ്പ് മരിക്കാൻ വേണ്ടിയിട്ട്, നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് അവരുടെ അടുത്തൊരു സാധനം വേണം. ഇത്രയും ഫഖീറായ ഒരു മനുഷ്യനാണ്. അങ്ങനെ ആ മനുഷ്യൻ എനിക്കും തന്റെ കുടുംബത്തിൽ നിന്ന് നോമ്പ് മരിക്കാനുള്ള വല്ല സാധനങ്ങളോ അതിനു വേണ്ടിയിട്ടുള്ള വല്ല പൈസയോ കിട്ടുമോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചുറ്റി നടക്കാൻ തുടങ്ങും. അങ്ങനെ അദ്ദേഹം ചുറ്റി നടക്കുമ്പോൾ ആദ്യമായി അയാൾ കണ്ടത് റജുലൻ മുസ്ലിമാണ്, ഒരു മുസ്ലിമായ മനുഷ്യനെയാണ്. അത് അദ്ദേഹം ഒരു സ്വർണ്ണ കച്ചവടക്കാരനാണ്. സ്വർണത്തിന്റെ കച്ചവടം ചെയ്യുന്ന വലിയ ഒരു മുതലാളിയായ ഒരു മുസ്ലിമായ മനുഷ്യനെ ഈ പാവപ്പെട്ട ഫഖീറായ മനുഷ്യൻ കണ്ടപ്പോൾ ഇദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ബേജാറുകളും വിഷമങ്ങൾ ആ മുസ്ലിമായ മനുഷ്യനോട് പറഞ്ഞു, നോമ്പാണ്, എനിക്കും എന്റെ കുടുംബത്തിനും നോമ്പാണ്, നോമ്പ് തുറക്കാനുള്ള വല്ല സാധനവും നമ്മുടെ വീട്ടിലില്ല. അതുകൊണ്ട് ഈ മനുഷ്യൻ സ്വതന്ത്രയായിട്ടൊന്നുമല്ല, ആ മുസ്ലിമായ സ്വർണ്ണ കച്ചവടം ചെയ്യുന്ന മനുഷ്യനോട് അയാൾ പറഞ്ഞു, എനിക്ക് ഒരു ദിർഹമും നീ കടമായിട്ട് തരണം, ഒരു ദിർഹമിന്റെ പൈസ കടമായിട്ട് എനിക്ക് നീ തരണം. എന്തിനാണ്? എന്റെ കുടുംബത്തിന് നോമ്പ് വഹിക്കാനുള്ള സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു ദിർഹമും കടമായിട്ട് എനിക്ക് നീ തരണോ? ആരോട്? മുസ്ലിമായ സ്വർണ്ണ കച്ചവടം ചെയ്യുന്ന മനുഷ്യനോട് പറഞ്ഞപ്പോ അങ്ങനെയാണ് പറഞ്ഞു, അതുപോലെ ആണല്ലോ ഇന്നത്തെ ദിവസം നിനക്ക് വേണ്ടി ഞാൻ ദ്വാരക്ക കടമായിട്ട് തന്നാലും ഇന്നത്തെ വലിയ ദിവസമല്ലേ, മുഹറം 10 നിനക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ പ്രാർത്ഥന ഞാനും എന്റെ കുടുംബവും നടത്തും എന്ന് പറഞ്ഞപ്പോ ആ മനുഷ്യൻ ചെയ്തെന്നറിയോ? അപ്പൊ വല്ലാതെ വലിയ ആ മനുഷ്യനിക്ക് ഒന്നും കൊടുത്തില്ല. ഈ സ്വർണ്ണ കച്ചവടക്കാരനായ മുസ്ലിമായ മനുഷ്യൻ ഈ ഫഖീറായ മനുഷ്യന്റെ വാക്കിന് ഒരു വിലയും വെച്ചില്ല. അയാൾ ഒന്നും കൊടുത്തില്ല. കൊടുക്കാതിരുന്നപ്പോൾ കൽബ് വേദനിച്ച രൂപത്തിൽ ആ ഫഖീറായ മനുഷ്യൻ അവിടുന്ന് ഇറങ്ങി. എങ്ങനെയാ? അദ്ദേഹത്തിന്റെ കവളിന്റെ മേലിൽ അയാളുടെ കണ്ണുനീർ ഇങ്ങനെ ഒഴിക്കാം. കാരണം അത്രയും വീട്ടിലൊന്നും ഇല്ലാതെ വലിയ വേജാരിലാണ് അയാൾ ഇറങ്ങിയത്. ഒരു സ്വർണ്ണ കച്ചവടക്കാരനെ കാണുമ്പോൾ വലിയ സന്തോഷത്തോടെയാണ് കടം ചോദിച്ചത്. പക്ഷെ ഒരു രൂപത്തിലുള്ള സഹകരണവും അയാളുടെ ഭാഗത്ത് നിന്നിട്ട് വന്നില്ല. അങ്ങനെ ഈ മനുഷ്യൻ ഇങ്ങനെ വേജാറായി തിരിഞ്ഞു പോകുമ്പോഴാണ് ഒരു മണ്ണിന്റെ ചട്ടി ഒക്കെ ഉണ്ടാക്കിയിട്ട് ജീവിക്കുന്ന ഒരു അദ്ദേഹത്തിന്റെ ഒരു അയൽവാസിയായ മനുഷ്യൻ, ഈ ഫഖീറിന്റെ അയൽവാസിയായ ഒരു മനുഷ്യൻ ഇയാളെ കാണാം. അയാളാണെങ്കിലും ആദ്യത്തെ ആള് പൊന്നു കച്ചവടം, ഇപ്പത്തെ ആൾക്ക് മണ്ണ് കച്ചവടം. മണ്ണിന്റെ ചട്ടിയെല്ലാം ഉണ്ടാക്കിയിട്ട് വിൽപ്പന നടത്തി ജീവിക്കുന്ന മനുഷ്യനാണ്. മാത്രമല്ല കാന യഹൂദിയ, അയാൾ മുസ്ലിം അല്ല, ഒരു യഹൂദിയായ മനുഷ്യനാണ്. എന്നിട്ട് ഈ ഫഖീറായ മനുഷ്യനെ കണ്ടപ്പോ ചോദിച്ച്, അല്ല മുഖത്തിൽ വല്ലാത്ത വേജാറുണ്ടല്ലോ, എന്താ സംഭവം? അപ്പോ ഇയാൾ പറഞ്ഞു, ഇങ്ങനെയാണ് സംഭവം, വീട്ടിലൊക്കെ നോമ്പാണ്, എല്ലാവർക്കും നോമ്പാണ്. അപ്പോ നോമ്പ് തുറക്കാനുള്ള ഒരു സാധനമില്ല, എന്റെ കൂട്ടുകാരനോട് ഞാൻ കടം ചോദിച്ചതാണ്, അയാൾ എന്നെ തിരിച്ചയച്ചു പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. അപ്പോ ഈ യഹൂദിയായ മനുഷ്യൻ ഈ ഫഖീറിനോട് ചോദിച്ചു, അതിന്റെ ഒപ്പം ഇനി എന്ന് നോമ്പിടിക്കാൻ എന്താ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു. അപ്പൊ മുഹറം 10 ഒരുപാട് പ്രത്യേകതകൾ ഈ ഫഖീറായ മനുഷ്യൻ യഹൂദിയായ മനുഷ്യനോട് പറഞ്ഞു. പറഞ്ഞപ്പോ യഹൂദി ഏതറിയോ? 10 ദിർഹമുകൾ ആ ഫഖീറായ മനുഷ്യന്റെ കയ്യിൽ വെച്ചു കൊടുത്തു. 10 ദിർഹമും ഫഖീറായ മനുഷ്യന്റെ കയ്യിൽ വെച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇത് കടമായിട്ടൊന്നുമല്ല, ഈ ദിവസത്തെ ബഹുമാനിച്ച് നിനക്ക് ഞാൻ ഹദിയയായി തരുകയാണ്. ഇത് നിന്റെ കുടുംബത്തിന്റെ വഴിയിൽ നീ ചെലവഴിച്ചോ, അവർക്ക് നോമ്പ് തുറക്കാനുള്ള സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് ഈ പൈസ നീ ചെലവഴിച്ചോ എന്ന് യഹൂദിയായ മനുഷ്യൻ അയാളോട് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. ഫഖീർ വലിയ സന്തോഷത്തോടെ
വലിയ ആഹത്തോടെ വീട്ടിലേക്ക് തിരിച്ചു പോവാൻ. എന്നിട്ട് അന്നത്തെ ദിവസം ഈ ഭക്തിയായ മനുഷ്യൻ കുടുംബത്തിന് വേണ്ടതുപോലെ വിശാലതയുള്ള ഭക്ഷണങ്ങളും സൗകര്യങ്ങളും സന്തോഷങ്ങളും അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ചെയ്തു. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അന്നത്തെ രാത്രി മഹാന്മാർ പറയാ, അന്നത്തെ രാത്രി ആയപ്പോ ഈ സ്വർണ്ണക്കച്ചവടക്കാരനായ മുസ്ലിമായ മനുഷ്യൻ അന്നത്തെ രാത്രി ഒരു സ്വപ്നമാണ്. ഒരു സ്വപ്നം. എന്താണ് സ്വപ്നം? ഖിയാമത്ത് നാൾ സംഭവിച്ചിട്ടുണ്ട്. ഖിയാമത്ത് നാൾ സംഭവിച്ചിട്ടുണ്ട്. വല്ലാത്ത ദാഹമാണ്. ഖിയാമത്ത് നാൾ എന്ന് പറഞ്ഞാൽ ദാഹത്തിന്റെ രോഗമാണ്, വിശപ്പിന്റെ രോഗമാണ്. അങ്ങനെ വല്ലാത്ത ദാഹവും വിശപ്പും ഒക്കെയും കൊണ്ട് ഖിയാമത്ത് നാൾ സംഭവിച്ചതായി ഒരു സ്വപ്നമാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ദാഹം വളരെ കഠിനമായപ്പോ ഈ മുസ്ലിമായ സ്വർണ്ണ കച്ചവടക്കാരനാണ് സ്വപ്നം കാണുന്നത്. അയാൾ കാണുന്നു മുത്തുകൊണ്ടുണ്ടാക്കിയ ഒരു നല്ല ഒരു കെട്ടിടം, മുത്തുകൊണ്ടുണ്ടാക്കിയ ഒരു ബിൽഡിംഗ് അയാൾ ഇങ്ങനെ കാണുകയാണ്. അതിന്റെ വാതിലോ യാക്കൂത്തിൽ അഹ്മർ, ചുവന്ന യാക്കൂത്ത് കൊണ്ടുണ്ടാക്കിയ വാതിലാണ് ആ ബിൽഡിങ്ങിനുള്ളത്. അങ്ങനെ ഈ മുസ്ലിമായ മനുഷ്യൻ അയാൾ ആ ബിൽഡിങ്ങിന്റെ അടുത്ത് പോയിട്ട് വിളിച്ചോയ, ഈ വഴിയിലുള്ള ആളുകളെ എനിക്ക് കുറച്ച് വെള്ളം തരുമോ, കുറച്ച് വെള്ളം തരുമോ എന്ന് ഇയാൾ വിളിച്ചു. സ്വപ്നത്തെയാണ് അയാൾ വിളിച്ചു. എനിക്ക് ദാഹമുണ്ട്, കുറച്ച് വെള്ളം തരുമോ? സുബ്ഹാനല്ലാഹ്. അങ്ങനെ ചോദിച്ചപ്പോ ആ ബിൽഡിംഗ് ഈ മനുഷ്യനോട് സംസാരിക്കും. എന്താ പറയുന്നറിയോ? ഓ മനുഷ്യ, ഇന്നലെ വരെ ഞാൻ നിന്റേതായിരുന്നു, ഇന്നലെ വരെ ഞാൻ നിന്റേതായിരുന്നു. പക്ഷേ ഇന്ന് നിന്റെ അടുത്ത് ഒരു ഫഖീറായ മനുഷ്യൻ വന്നിട്ട് മുഹറമിന്റെ ആവശ്യങ്ങൾ പറഞ്ഞ് നിന്നോട് സഹായം ചോദിച്ചപ്പോ ആ മനുഷ്യനെ നീ തിരിച്ചയച്ചല്ലേ? ആ മനുഷ്യന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന രൂപത്തിൽ അയാളെ നീ തിരിച്ചയച്ചില്ലേ? അതുകൊണ്ട് ഓ മനുഷ്യ, ആ കട്ടിടം പറയാണ്, നിന്റെ പേരിനെ മായിച്ചിട്ട് ഈ കട്ടിടത്തിൽ യഹൂദിയായ മനുഷ്യന്റെ പേര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് മുതൽ ഈ ബിൽഡിംഗ് ആകുന്ന ഞാൻ യഹൂദിയായ നിന്റെ അയൽവാസിക്കുള്ളവനാണ്, നിനക്കുള്ളവനല്ല എന്ന് ആ സ്വപ്നത്തിലൂടെ ഈ മുസ്ലിമായ മനുഷ്യൻ കണ്ടപ്പോ അന്ന് രാവിലെ ആ മനുഷ്യൻ നെട്ടിയടിക്കുകയാണ്. സ്വപ്നം കണ്ടിട്ട് നെട്ടിയടിക്കുക. സുബ്ഹാനല്ലാഹ്. അയാളുടെ മനസ്സിൽ വലിയ വേദന. ഞാൻ എന്ത് പണി ചെയ്തു? ഞാൻ എന്തൊരു പണിയാണ് ഇത് ചെയ്തത്? ഇത്രയും നല്ല മുന്തിയ ഒരു ബിൽഡിംഗ് എനിക്ക് കിട്ടാനുള്ളത് ഒരു ദിർഹമിന്റെ പേരിൽ അതിനെ ഞാൻ നഷ്ടപ്പെടുത്തിയല്ലോ. ഒരു ദിർഹമാണ് കടം ചോദിച്ചത്, ആ ചോദിച്ചപ്പോ ഞാൻ കൊടുക്കാതെ അതിനെ ഞാൻ നഷ്ടപ്പെടുത്തിയല്ലോ എന്ന ബേജാറോട് ആ മനുഷ്യൻ എണിച്ചു. എന്നിട്ട് ആ മനുഷ്യൻ എന്താ ചെയ്തോ? പെട്ടെന്ന് രാവിലെ എണിച്ച് യഹൂദിയായ ആ അയൽവാസിയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. എന്നിട്ട് ആ മനുഷ്യൻ പറഞ്ഞു, ഈ മുസ്ലിമായ മനുഷ്യൻ യഹൂദിയോട് ചോദിക്കുകയാണ്, ഓ കൂട്ടുകാരാ, ഇന്നലെ നീ ഫഖീറിന് കൊടുത്ത ആ 10 ദിർഹം അതിന്റെ തവാബ് എനിക്ക് നീ വിൽക്കുമോ? പകരമായി ഈ മനുഷ്യൻ പറയാൻ, പകരമായി നിനക്ക് ഞാൻ 100 ദിർഹം തരാം. 1 ദിർഹം ഇന്നലെ ചോദിച്ചത്, ഇപ്പൊ പറയാൻ നിനക്ക് 100 ദിർഹം തരാം. 10 ദിർഹമിക്ക് നിനക്ക് കിട്ടിയ പ്രതിഫലം നിനക്ക് വിൽക്കാൻ പറ്റുമോ ചോദിച്ചു. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഈ യഹൂദിയായ മനുഷ്യൻ പറയാൻ, 100 ദീനാറല്ല, 1,00,000 1,00,000 ദീനാർ പകരം തന്നാലും ഇല്ല, എന്റെ 10 ദീനാറിന്റെ പ്രതിഫലം നിനക്ക് ഞാൻ വിൽക്കൂല. 1,00,000 തന്നാലും നിനക്ക് ഞാൻ വിൽക്കൂല. എന്തേ? സുബ്ഹാനല്ലാഹ്. ആ മനുഷ്യൻ പറയാൻ, എന്നിട്ട് പറഞ്ഞു പറയാൻ, ദീനാറ് പോയിട്ട് നീ എന്നോട് ആവശ്യപ്പെടുകയാണെങ്കിൽ ഇന്നലെ നീ സ്വപ്നത്തിൽ കണ്ട ബിൽഡിംഗ് ഉണ്ടല്ല, യഹൂദിയായ മനുഷ്യൻ ഞാനോട് പറയാം. കാരണം ഇയാൾക്കും ആ സ്വപ്നം കണ്ടിട്ടുണ്ട്, യഹൂദിയായ മനുഷ്യൻ ആ സ്വപ്നം കണ്ടിട്ടുണ്ട്, അയാളുടെ ബിൽഡിംഗ്. അപ്പോ യഹൂദി പറയാണ്, നിനക്ക് വിൽക്കൽ പോയിട്ട് നീ എന്നോട് ഇന്നലെ കണ്ട ആ ബിൽഡിങ്ങിന്റെ ബാധയിലൂടെ ഒന്ന് കടക്കാൻ എന്നോട് ആവശ്യപ്പെട്ടാൽ പോലും, അതിൽ കടക്കാൻ പോലും നിന്നെ ഞാൻ സമ്മതിക്കൂല എന്ന് യഹൂദിയായ മനുഷ്യർ പറഞ്ഞു. ആ ബിൽഡിങ്ങിൽ കടക്കാൻ പോലും ഞാൻ വിടൂല. എന്ന കാരണം നീ ചെയ്ത പണി അത്രയും ക്രൂരത ഉള്ള പണിയാണ്.
ഒരു പാവം ഒരു ദിവസത്തെ പാലിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് നിന്നോട് വന്ന് സഹായം ചോദിച്ചപ്പോ ആ മനുഷ്യരെ നീ തിരിച്ചുവിട്ടതാണ്. കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ടല്ല, നീ ഒരു സ്വർണ്ണ കച്ചവടക്കാരനാണ്. നിന്നെ നിരത്തി വെച്ച സ്വർണം കണ്ടിട്ടാണ് അയാൾ നിന്നോട് ഒരു ദിനം കടം ചോദിച്ചത്. എന്നിട്ട് അയാൾക്ക് നീ കൊടുത്തില്ലല്ലോ, അയാളെ തിരിച്ചയച്ചില്ലേ. ഇപ്പോ നിനക്ക് സ്വപ്നം കണ്ടപ്പോ ആ ബിൽഡിംഗ് നിനക്ക് ആവശ്യപ്പെടാൻ വേണ്ടിയിട്ട് എന്നോട് പറയും 100 ദിനം, അത് പറഞ്ഞു 1 ലക്ഷം ഇല്ല തന്നാലും കിട്ടൂല. മാത്രമല്ല അതിന് കടക്കാൻ എന്നോട് അനുവാദം ചോദിച്ചാലും ഞാൻ നിന്നെ കടത്തിവിടൂല. അപ്പോഴാണ് ഈ മുസ്ലിമായ മനുഷ്യൻ ചോദിക്കുന്നത്, നിനക്കെങ്ങനെ ഈ ബിൽഡിങ്ങിന്റെ കാര്യം മനസ്സിലായില്ലോ ചോദിച്ചു. ഞാൻ കണ്ട ബിൽഡിങ്ങിന്റെ കാര്യം നിനക്കെങ്ങനെ മനസ്സിലായി? അപ്പൊ യഹൂദിയായ മനുഷ്യൻ പറഞ്ഞു, എനിക്കും ഒരു സാധനം ഉണ്ടാക്കണമെങ്കിൽ കുൻ എന്ന് പറയുന്ന ഒരു സമയം കൊണ്ട് എല്ലാ ലോകത്തെ പറക്കാൻ കഴിവുള്ള അള്ളാഹു എനിക്കത് കാണിച്ചു തന്നതാ. എന്നിട്ട് ആ മനുഷ്യൻ എന്ന് പറഞ്ഞറിയോ? ആ യഹൂദിയായ മനുഷ്യൻ പറയാൻ, ഷഹാദത്ത് കലിമയിൽ ആ യഹൂദിയായ മനുഷ്യൻ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്നൊരു സംഭവം മഹാന്മാർ കിതാബിൽ രേഖപ്പെടുത്തിയതാണ്. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നത് പരിശുദ്ധമായ കടന്നു വരുന്ന മുഹറമിന്റെ ദിവസത്തെ ബഹുമാനിച്ചാൽ കിട്ടുന്ന നേട്ടം ഒരു യഹൂദിയായ മനുഷ്യർക്ക് പോലും അത്ര വലിയ പവറും സന്തോഷവും അല്ല കൊടുത്തിട്ടുണ്ടെങ്കിൽ മുഹറമിന്റെ ബഹുമാനം മനസ്സിലാക്കിയ ഒരു മുസ്ലിമായ മനുഷ്യൻ അന്നത്തെ ദിവസം പാവങ്ങൾക്കും കുടുംബത്തിൽ നിന്നും അതുപോലെ ആവശ്യമുള്ള ആളുകൾക്ക് സഹായം ചെയ്തു കൊടുക്കാൻ കിട്ടുന്ന നേട്ടം എത്ര വലുതായിരിക്കും. അള്ളാഹു നമുക്ക് തോന്നിയിട്ട് ചെയ്യട്ടെ. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് കടന്നു വരുന്ന രാത്രി മറ്റാർക്കെങ്കിലും തന്റെ കുടുംബത്തിനെങ്കിലും സന്തോഷിപ്പിക്കുന്ന ഒരു ചുറ്റുപാട് വീടുകളിൽ അയൽവാസികളിൽ ഒക്കെയും ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി നാം ഓരോരുത്തരും ശ്രമിക്കാം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പഠിച്ചവനെ ഒരുപാട് മഹത്തുക്കളായ നിന്റെ അമ്പിയാക്കൾക്ക് സ്വാലിഹീങ്ങൾക്ക് സന്തോഷം കൊടുത്ത ദിവസമാണല്ലോ നമ്മിലേക്ക് കടന്നു വരുന്നത്. യാ അല്ലാഹ്, ആ ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വലിയ സന്തോഷം നൽകണേ റഹ്മാനേ. സയ്യിദനാ അബൂന അബുൽ ബശർ ആദം അലൈഹിസ്സലാം, ആദം അലൈഹിസ്സലാമിന്റെ പാപത്തിന്റെ തൗബ നീ ചെയ്ത് തൗബ കൊടുത്ത ദിവസമാണല്ലോ. ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ തൗബ നീ കബൂലാക്കിയ ദിവസം, യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ജയിലിൽ നിന്ന് മോചിപ്പിച്ച ദിവസം, യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കൊടുത്ത ദിവസം, യൂനുസ് നബി അലൈഹിസ്സലാമിനെ മീനിന്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ദിവസം, മൂസാ നബി അലൈഹിസ്സലാമിനെ ഫിർഔനിന്റെ എല്ലാവിധ ശറുകളിൽ നിന്ന് പരിപൂർണമായ രൂപത്തിൽ രക്ഷപ്പെടുത്തിയ ദിവസം. ആ ദിവസത്തിൽ ഞങ്ങൾക്കും നീ സലാമത്ത് നൽകണേ അല്ലാഹ്. ഒരുപാട് ആളുകൾ കാലങ്ങളായി രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. ഒരുപാട് കൊല്ലങ്ങൾ രോഗിയായി കഴിഞ്ഞ അയ്യൂബ് നബി അലൈഹിസ്സലാമിന് നീ സലാമത്ത് കൊടുത്തത് മുഹറം 10-നാണെങ്കിൽ ആ ദിവസം നമ്മിലേക്ക് കടന്നു വരുമ്പോ നമ്മുടെ വീട്ടുകാരുടെ, കുടുംബങ്ങളുടെ, അയൽവാസികളുടെ, നാട്ടുകാരുടെ, ഞങ്ങളുമായി വസിയ്യത്ത് ചെയ്തവരുടെ ശരീരത്തിലുള്ള സർവ്വ രോഗങ്ങൾക്കും നീ ശിഫാഅത്ത് നൽകണേ അല്ലാഹ്. ശിഫാഅത്ത് നൽകണേ അല്ലാഹ്. സാമ്പത്തികമായി ഒരുപാട് കടങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിടുന്ന ഞങ്ങൾക്ക് യാ അല്ലാഹ് നീ പരിപൂർണമായ രൂപത്തിലുള്ള സന്തോഷം നൽകണേ അല്ലാഹ്. മഹാനായ സയ്യിദുനാ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ലോകത്തിന്റെ രാജാധികാരം നീ കൊടുത്തത് പരിശുദ്ധ മുഹറമിനാണെന്ന് മഹാന്മാർ പറയുന്നുണ്ട് യാ അല്ലാഹ്. അതുപോലെ നമ്മുടെ കടങ്ങൾ വീട്ടാൻ, നമ്മുടെ ഇടപാടുകൾ വീടാൻ, നമ്മുടെ പ്രയാസങ്ങൾ തീർക്കാൻ ഹലാലായ രൂപത്തിലുള്ള സമ്പാദ്യങ്ങൾ നമ്മുടെ കയ്യിൽ നീ എത്തിച്ചു തരണേ അല്ലാഹ്. ഒരുപാട് വീടുകളിൽ അവരുടെ പെണ്ണുമക്കളുടെ, ആണുമക്കളുടെ കല്യാണം ഉറപ്പിച്ച ഒരുപാട് കുടുംബങ്ങൾ നമ്മുടെ നാട്ടിലും വസിയ്യത്ത് ചെയ്തവരിലുണ്ട്. ഓരോരുത്തർക്കും അവരുടെ മക്കളുടെ കല്യാണം ഇസ്സത്തോടെ കഴിച്ചു കൊടുക്കാൻ വേണ്ട സഹായം നീ ചെയ്തു കൊടുക്കണേ അല്ലാഹ്. നീ ചെയ്തു കൊടുക്കണേ അല്ലാഹ്. അതിനു വേണ്ടി ചെയ്യുന്ന ജോലി, അതിനു വേണ്ടി ചെയ്യുന്ന കച്ചവടങ്ങൾ, അതിനു വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എല്ലാത്തിലും നീ വലിയ പുരോഗതി നൽകണേ അല്ലാഹ്. അടുത്തവനെ ചെയ്യാത്ത കുറ്റത്തിൽ പല രൂപത്തിൽ കേസിലും അതുപോലെ കള്ളക്കേസിലും കുടുങ്ങിച്ച് ബേജാറായ ഒരുപാട് ആളുകൾ സങ്കടത്തോടെ മുഹറമിന്റെ 10-ന്റെ ദിവസമല്ലേ വരുന്നത്, ദുആ ചെയ്യണമെന്ന് ആത്മാർത്ഥമായി വസിയ്യത്ത് ചെയ്ത ആളുകളുണ്ട്. പടച്ചോനെ യാ അല്ലാഹ്, യൂസുഫ് നബി അലൈഹിസ്സലാം ചെയ്യാത്ത കുറ്റത്തിന്റെ കാലങ്ങൾ ജയിലിൽ കിടന്നു. അവസാനം നീ മോചിപ്പിച്ചത് മുഹറമിന്റെ 10-ന്റെ ദിവസമാണെങ്കിൽ ആ രാത്രിയാണ് നമ്മിലേക്ക് കടന്നു വരുന്നത്. റബ്ബേ, ആ രാത്രി വരുന്നതിന് മുമ്പ് സന്തോഷിക്കുന്ന ഒരു വിവരം റബ്ബേ കേസിൽ കുടുങ്ങിയ ആളുകൾക്ക് നീ നൽകണേ അല്ലാഹ്. നീ നൽകണേ അല്ലാഹ്. നീ നൽകണേ അല്ലാഹ്.
സലാമത്ത് നൽകണേ അല്ല, സലാമത്ത് നൽകണേ അവർക്ക്. ആരെയും നീ പ്രയാസപ്പെടുത്തല്ലേ അല്ല. ഗൾഫിലും മറ്റും അധ്വാനിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുടെ നാട്ടുകാർ, സ്നേഹിതന്മാർ, ഉടച്ചോനെ പലരും ആഫിയത്തുള്ള ദീർഘായുസ്സുള്ളവരെ നീ അനുഗ്രഹിക്കണേ അവർക്ക്. അവർക്ക് ഇന്ന് 10ന്റെ ദിവസമാണ്, പ്രവാസികൾക്ക് ഇന്ന് മുഹറമിന്റെ 10ന്റെ ദിവസമാണ്. സന്തോഷം നൽകണേ അല്ല, ആഫിയത്ത് നൽകണേ അല്ല, ആരോഗ്യം നൽകണേ അവർക്ക്. അവർ ചെയ്യുന്ന ജോലി, അവരുടെ പ്രവർത്തനങ്ങൾ ഒക്കെയും നീ ബറക്കത്ത് നൽകണേ അല്ല. ജോലിയില്ലാതെ ബേജാറായവർ, വിസയുടെ അവധി കഴിയാനായി, യഥാമയുടെ അവധി കഴിയാനായി ആ രൂപത്തിൽ ബേജാറിൽ ജീവിക്കുന്ന ഒരുപാട് പ്രവാസികൾക്കും നീ സന്തോഷം അടുപ്പിക്കണേ അവർക്ക്, സന്തോഷം അടുപ്പിക്കണേ അല്ല. അടച്ചവനെ മരിച്ചുപോയ നമ്മുടെ ഒരുപാട് കുടുംബങ്ങൾ ഞങ്ങൾ മറന്നാലും അവരെ മറക്കാതെ അവരുടെ കബറും അവരുടെ കബറിന്റെ അഹ്വാലും അവരുടെ കബറിന്റെ ഉള്ളിലുള്ള സ്ഥിതിഗതികളും അറിയുന്ന പടച്ചവനെ ഈ പള്ളിയുടെ ജമാഅത്ത് പള്ളിയുടെ നമ്മുടെ ഈ പള്ളിയുടെ പല പള്ളികളുടെ ചുറ്റുഭാഗങ്ങളിൽ, അതുപോലെ പല നാടുകളുടെ പള്ളികളുടെ ചുറ്റുഭാഗങ്ങളിൽ അവരിന്ന് കബറില്ല. അവർക്ക് നീ മഗ്ഫിറത്ത് നൽകുക, മർഹമത്ത് നൽകണേ അവർക്ക്. കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടിൽ 3 വലിയ വലിയ പണ്ഡിതന്മാരാണ് നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയത്. ആഖിറുൽ സമാനിന്റെ അടയാളമാണ് അലിമീങ്ങളുടെ മരണം, സയ്യിദന്മാരുടെ മരണം. അടച്ചവരെ അവരുടെ ദറജ നീ ഉയർത്തണേ അല്ല. അവർക്ക് നീ മഗ്ഫിറത്ത് നൽകുക, മർഹമത്ത് നൽകുക. അടച്ചവനെ ഹയാത്തുള്ള എല്ലാ അലിമീങ്ങൾക്കും സയ്യിദന്മാർക്കും ഉമറാക്കൾക്കും ഞങ്ങൾക്കും നിന്റെ പൊരുത്തത്തിലായി ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ല. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله على محمد